ദൃശ്യം 3യെക്കുറിച്ചാണ്. ആദ്യ 2 ഭാഗവും വലിയ വിജയമായതിനോട് ശേഷമാണ് ഇപ്പോൾ 3ാം ഭാഗം എത്തിയിരിക്കുന്നത്. ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രം ദൃശ്യം 3 ഇപ്പോഴും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി കയ്യടി നേടി മുന്നേറുകയാണ്. ചില വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. കാരണം ആദ്യ 2 ഭാഗങ്ങളിലെ പോലെ വലിയ ട്വിസ്റ്റോ സസ്പെൻസോ ഒന്നുമില്ല, ഒരു മെലോ ഡ്രാമ മോഡലിലാണ് ദൃശ്യം 3 എത്തിയിട്ടുള്ളത്. എങ്കിലും കുടുംബങ്ങൾ ഒന്നടങ്കം തിയേറ്ററുകളിൽ എത്തുകയാണ്, സിനിമ കാണുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ ഇതാ മോഹൻലാലിന്റെ ദൃശ്യം 3 200 കോടി ക്ലബിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ 100 കോടി 200 കോടിയൊന്നും നമുക്ക് വലിയ പുത്തരിയൊന്നുമല്ല. കാരണം നേരത്തെ ഇപ്പോൾ മോഹൻലാലിന്റെ തന്നെ എമ്പുരാനായാലും തുടരുമായാലും ഒക്കെ ഇതേ വേഗതയിൽ തന്നെ 100 കോടി 200 കോടി ക്ലബിലൊക്കെ ഇടം നേടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മോഹൻലാൽ ആരാധകർ വലിയ ആവേശത്തിലാണ്. കാരണം ബോക്സ് ഓഫീസ് ഒന്ന് കത്തിക്കാൻ അതിന് ലാലേട്ടൻ തന്നെ വരണം എന്ന ആരാധക വൃന്ദം ഒന്നടങ്കം പറയുകയാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച്, മോഹൻലാലിൻ്റെ ആ സിനിമയിലെ പ്രകടനത്തെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. സർ, എങ്ങനെയാണ് ഈ ബോക്സ് ഓഫീസ് കളക്ഷനുകൾ ഭേദിച്ചുകൊണ്ടുള്ള ദൃശ്യം 3യുടെ ഈ മുന്നേറ്റത്തെ കാണുന്നത്? അല്ല, ഇപ്പോൾ പിന്നെ ദിവ്യ 3 സിനിമകളുടെ പേര് പറഞ്ഞല്ലോ. സമീപകാലത്ത് മോഹൻലാലിൻ്റെ ഒരു ഭയങ്കര ഗംഭീരമായ തേരോട്ടം നമുക്ക് പറയാവുന്ന 3 സിനിമകൾ, എമ്പുരാൻ, അതുപോലെ തന്നെ തുടരും, ഇപ്പോൾ ദൃശ്യം. ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. ഇപ്പോൾ എമ്പുരാൻ നമുക്ക് അറിയാവുന്നൊരു സൂപ്പർ ഹീറോ ലെവലിലുള്ളൊരു കഥാപാത്രമാണ്. അത് ആ നിലയ്ക്ക് വലിയ പിന്നെ ഹൈപ്പ് അതിന് വരുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു, പലതും കൊണ്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അതൊരു വലിയ സിനിമയാണ്. ആ നമുക്ക് പിന്നെ അങ്ങനെ ഊഹിക്കാവുന്ന രീതിയിലുള്ള ഒരു അത്രയും വലിയൊരു ക്യാൻവാസിലുള്ള ഒരു സിനിമയാണ്. തുടരുമെന്നാൽ അങ്ങനെ ഒരു ക്യാൻവാസ് അല്ല, ഒരു പിന്നെ പശ്ചാത്തലം വേറെയാണ്. തീർച്ചയായിട്ടും ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മോഹൻലാലിൻ്റെ തന്നെ ഒരു പെർഫോമൻസിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുള്ളൊരു സിനിമയാണ്. ദൃശ്യമാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് കഥയാണ്. ആ കഥയുടെ ഒരു പ്രത്യേകതയാണ്. ആ കഥയിൽ ഈ പറഞ്ഞ പോലെയുള്ള ഈ പിരിവുകളും പിന്നെ സസ്പെൻസോ അതൊക്കെയാണ് ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട. തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ അതിൻ്റെ പെർഫോമൻസും ഉണ്ട്, അത്രയധികം ഉള്ളടക്കിക്കൊണ്ടുള്ള ആ പെർഫോമൻസും. അപ്പോൾ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിൽ നമ്മൾ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം കീഴടക്കാൻ കഴിയുന്ന 3 പ്രത്യേകമായ മണ്ഡലങ്ങളിൽ അദ്ദേഹം വാഴുന്നു എന്നുള്ളതാണ്. അത് സാധാരണതയിൽ നമുക്കിപ്പോൾ ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അഭിനയ പ്രതിഭയ്ക്ക് പിന്നെ ചില ഏത് ക്യാരക്ടറിന്, ഇപ്പോൾ ഉദാഹരണത്തിന് ഫഹദ് ഫാസിലിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം ഏത് കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഉജ്ജ്വലമാവും, യാതൊരു സംശയമില്ല. അതിനുള്ള റേഞ്ച് ഉള്ളൊരു നടനാണ്, എല്ലാം ഉണ്ട്. പക്ഷേ മോഹൻലാൽ അങ്ങനെയല്ല. ആ റേഞ്ച് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ ആവശ്യമായ വലിയൊരു ഓറയുമുണ്ട്. അതാണ് ഒരു അഭിനേതാവിനെ കവിഞ്ഞുള്ള ഒരു ഓറയും കൂടി. അത് ആ ഓറ വഴി മലയാളികൾക്കിടയിലൊരു ഭയങ്കരമായ ഒരു പിന്നെ ഇഷ്ടം സമ്പാദിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. വലിയ തോതിലുള്ള ഇഷ്ടം. മലയാളികൾക്ക് അദ്ദേഹത്തെ പിന്നെ നേരിട്ട് കണ്ടാലും സിനിമയ്ക്ക് ഉള്ളിലും പുറത്തുമൊക്കെ അദ്ദേഹത്തിന് മാത്രമല്ല ഒട്ടും തന്നെ കൂസാത്ത ആ പ്രകൃതത്തിൻ്റെ, ഏതിനോടും ഒട്ടും കൂസാത്തതും കണ്ണിറുക്കി കാണിക്കുന്നതായിട്ടുള്ള ആ പ്രകൃതമുണ്ടല്ലോ, അതിൻ്റെ ഈസിനെസ്, അതൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഒരു സിനിമ വിജയിക്കുന്നതിലേക്ക് ചിലപ്പോൾ നമ്മളീ പറഞ്ഞ 3 എലമെൻറ്റ്സ് വെച്ച് നോക്കി, അതുമാത്രമല്ല അതിനോടൊപ്പം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഓഫ് സ്ക്രീൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഭയഭക്തി അല്ലല്ലോ, സ്നേഹമാണ്. അതെ, അതാണ് നമുക്ക് തോന്നുന്നത്. അകലം നിറഞ്ഞ ഒരു ഭയഭക്തി അല്ല. ഞാൻ മുൻപ് പിന്നെ മനോരമ ന്യൂസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹവുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എനിക്ക് വേണ്ടി വന്നത് അവിടെ ന്യൂസ് മേക്കർ എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ്. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു, അദ്ദേഹം ഹോട്ട് സീറ്റിലാണ്. അപ്പോൾ ഓഡിയൻസുണ്ട്, ഗസ്റ്റുകളുണ്ട്, ഞാൻ ആണ് ആങ്കർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ സ്ഥാപനത്തിൽ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചോദിക്കും, അദ്ദേഹം അത് ചോദിച്ചാൽ പറയുമോ, ഇത് ചോദിച്ചാൽ പറയുമോ. ആ സമയത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയമാണെന്ന് തോന്നുന്നു. പിന്നെ പൊളിറ്റിക്സിനെ കുറിച്ച് അത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും. എനിക്ക് പെട്ടെന്ന് ആ ഷോയ്ക്ക് മുമ്പായിട്ട് അദ്ദേഹമായിട്ട് ഒന്ന് സംസാരിക്കാൻ അവസരം കിട്ടും. അദ്ദേഹം പറഞ്ഞു, ചോദിക്കൂ, നിങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യം, ഉത്തരം പറയേണ്ടത് എൻ്റെ സ്വാതന്ത്ര്യം. വളരെ ഈസിയായി ആ ഷോ ഇപ്പോഴും ഞാൻ ചെയ്ത ഷോകളിൽ വളരെ മികച്ച എനിക്കിഷ്ടപ്പെട്ട ഒരു ഷോകളിൽ ഒന്നാണത്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിന് പെരുമാറാൻ ജീവിതത്തിലും പുറത്തുമൊക്കെ കഴിയുന്നു എന്നുള്ളതാണ് സിനിമയ്ക്ക്
അകത്താവുമ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി വേറൊരു ലെവലിൽ കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റിയായി മാറും. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു മനസാക്ഷി അദ്ദേഹത്തിന് നല്ല പിടുത്തമാണ്. അതിൻ്റെ ഉള്ളിൽ പ്രേക്ഷകരായാലും അതിനുള്ളിലെ ഈ ബിസിനസ് ഘടകങ്ങളായാലും എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളരെ ഈസിലി അദ്ദേഹത്തിന് വഴങ്ങുന്നതാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തെ ഇത്രയും വലിയ വിജയങ്ങൾക്ക് ഒരു അർഹനാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പറയാമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ നമ്മൾ അദ്ദേഹത്തെ ഒരു കുടുംബ കഥാപാത്രം, ഒരു കുടുംബനാഥനായി കാണുന്നതിൽ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ ഫാമിലി, ഈ ദൃശ്യത്തിലെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ 13 വർഷമായിട്ട് നമ്മളോടൊപ്പം ജീവിക്കുന്നുണ്ട് എവിടെയോ എന്നൊരു തോന്നലാണ് ആളുകൾക്കുള്ളത്. ആ ഫാമിലി എവിടെയോ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അവരെപ്പോൾ വേണമെങ്കിലും നമ്മളിടയ്ക്ക് ഒരു സിനിമയിലൂടെ അവരെ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല കേട്ടോ, എൻ്റെ അസൗകര്യം കാണണം എന്തായാലും. ഇപ്പോൾ ഒരുപാട് തിരക്കൊക്കെ ആയതുകൊണ്ടാണ്, എന്തായാലും കാണും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ആ സിനിമയുടെ അവസാനം എത്തിയിട്ടില്ലെങ്കിൽ ഇനിയും ഓപ്പൺ എൻഡഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? ദിവ്യ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഇപ്പോഴും ഇനിയും നമ്മുടെ കൂടെ ഇത് ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികളുടെ കാര്യം പിന്നെയും നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്ക് നമ്മൾ അവരെ കാണും എന്നുള്ള നിലയിലാണ്. അങ്ങനെ കൊണ്ടുവരാൻ അതിൽ ആ സീരീസിന് അല്ലെങ്കിൽ ഇതിനൊരു ആ നിലയ്ക്കൊരു ബ്രാൻഡാക്കി മാറ്റാൻ ജിത്തു ജോസഫിനും കൂടി കഴിഞ്ഞു. ഇതിൽ ജിത്തു ജോസഫിൻ്റെ ആ കോൺട്രിബ്യൂഷൻ കാണേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ദൃശ്യം 3 എന്ന് പറയുന്നത് ഇനി 4 ആയാലും 5 ആയാലും അത് എന്താ പറയുക, മറ്റൊരു സിനിമയല്ല, മറ്റൊരു ദൃശ്യമാണ് എന്ന് നമ്മൾ. സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി പോലെ തന്നെ ദൃശ്യം എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയായി മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ റാവു, മലയാള സിനിമയുടെ ടോപ്പിൽ ഒരു ചെയർ ഇട്ട് കഴിഞ്ഞാൽ ആ ചെയറിൽ ഇപ്പോഴും ഇരിക്കാൻ ലാലേട്ടൻ തന്നെയാണ് യോഗ്യൻ എന്ന ഒരു തരത്തിലേക്കാണോ നമ്മൾ കാണേണ്ടത്? അങ്ങനെയൊക്കെ നമ്മൾ തീർത്തു പറഞ്ഞാൽ മറ്റഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? പക്ഷെ മോഹൻലാലിനെ സംബന്ധിച്ച് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അദ്ദേഹം ഇപ്പോഴും മാറിപ്പോകാത്ത ഒരു മഹാതാരമായി നിൽക്കുന്നു. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഒരു ലെജൻഡ് ആവുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാലം മുതൽ മോഹൻലാൽ സൂപ്പർ സ്റ്റാറാണ്. അന്ന് മോഹൻലാലിൻ്റെ പടം ഇറങ്ങുമ്പോഴും ഇനീഷ്യൽ പുൾ എന്ന് പറയുന്ന സംഗതി അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അത് നിലനിർത്താൻ കഴിയുന്നത് ചെറിയ കാര്യമല്ല ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ നമ്മൾ റഹ്മാനെ കുറിച്ച് പറയും. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വിളിക്കുന്നത്? റഹ്മാൻ 90കളിൽ പാട്ടുണ്ടാക്കി തുടങ്ങുമ്പോൾ റഹ്മാൻ മ്യൂസിക്കൽ എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു സംഗതി വരാനുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും റഹ്മാൻ മ്യൂസിക്കൽ എന്ന് എഴുതി കാണിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും പേ ചെയ്യപ്പെടുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളും അദ്ദേഹത്തിൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു സംഗതി ഉണ്ടെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. സെയിം എക്സ്പെക്ടേഷനാണ് നമുക്ക് മോഹൻലാലിനെ കുറിച്ചുള്ളത്. മോഹൻലാലിൻ്റെ പടം വരുന്നു പറയുമ്പോൾ അതിനകത്തൊരു സംഗതി ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ നേരത്തെ സാറ് പറഞ്ഞ പോയിന്റ് തുടരാൻ അറിയിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് മോഹൻലാലിൻ്റെ ദൃശ്യം എന്ന് പറയുന്ന സിനിമ 200 കോടിയായിരിക്കുന്നു. ഭയങ്കര നേട്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആരാധകർ ഭയങ്കര സന്തോഷത്തിലാണ്. മാധ്യമങ്ങൾ അതിനെ ഭയങ്കര കൗതുകത്തോടെ നോക്കുന്നു. ഇതിനെ ഒഴുന്നടിക്കും കൗതുകത്തോടെ അല്ലാതെ നോക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് മോഹൻലാലായിരിക്കും. മോഹൻലാൽ അതിനെക്കുറിച്ച് ബോധേഡല്ല, സീരിയസ്ലി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ വിഷു ദിനത്തിലൊരു ഇൻ്റർവ്യൂവിൽ ടെലിവിഷനിൽ പറയുന്നുണ്ടല്ലോ, അടുത്ത വരാൻ പോകുന്ന പടത്തെക്കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എന്താണ് മോനെ, പടം നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ, അതിപ്പോൾ എന്തെങ്കിലും ആട്ടെ ആ പടത്തിൻ്റെ അവസ്ഥ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഭയങ്കര ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ പൊളിഞ്ഞു പോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പം അറബിക്കടലിൻ്റെ സിംഹം, മരക്കാർ, അതൊന്നും ഭയങ്കരമായ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പെൻഡ് ചെയ്ത പടമാണ്. പക്ഷേ ആ നിലയ്ക്കുള്ള റിസൾട്ട് പക്ഷേ ആ പൊളിഞ്ഞു ഒന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല എന്നതുപോലെ തന്നെ ദൃശ്യത്തിൽ 200 കോടി ഉണ്ടാക്കുന്നതും അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമല്ല. ഞാനൊരു നടൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, നിങ്ങൾ വരൂ, എന്നെ ഉപയോഗിച്ചിട്ട് പോയിക്കോളൂ, നിങ്ങൾ ആ പ്രോഡക്റ്റ് കൊണ്ടുപോയി എന്ത് ചെയ്യുന്നുള്ളത് എൻ്റെ വിഷയമല്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം എപ്പോഴും എന്നെ സമീപിക്കുന്നത്. ഒരു നിലയ്ക്കുള്ള ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്. ഒരു ബാഗേജും ഇല്ലാതെ സഞ്ചരിക്കുക, അതായത് എനിക്കൊരു ഭാരവും ഇല്ലാന്ന്. നിങ്ങൾ എന്നെ വല്ല കുറ്റവും പറഞ്ഞോ, അതിൻ്റെ പേരിൽ ദിവ്യ ദിവാകരനോട് പിണങ്ങിയേക്കാം എന്ന് വിചാരിക്കുന്നവരാ ബഹുഭൂരിഷം വരും. ഇതതില്ല. ഞാനിപ്പോൾ ഇവിടുത്തെ നമ്മുടെ സ്ഥാപനപരമായ എക്സ്പീരിയൻസ് പറഞ്ഞാൽ പോലും അദ്ദേഹത്തെ നമ്മൾ വിമർശിക്കുന്ന പല എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എന്നാൽ എന്നെ വിമർശിക്കുന്ന ഒരു എപ്പിസോഡ് അവിടെ വന്നിട്ടുണ്ട്, എന്നാൽ ഇവന്മാരുമായിട്ട് സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഒരിക്കലും എടുത്തില്ല. അവസാനം കൂടി നമുക്ക് എന്നാൽ ഇവിടെ ഏതോ ഒരു വാക്കുകൊണ്ട് വിമർശിച്ചു പോയി എന്നതിൻ്റെ പേരിൽ നിത്യവൈരാഗ്യത്തോടെ നടക്കുന്ന സിനിമാ താരങ്ങൾ കൂടി നിൽക്കുന്നുള്ളതാണ് മലയാള സിനിമ. രാഷ്ട്രീയക്കാരുണ്ട്. അപ്പോൾ എനിക്ക് മോഹൻലാലിനോട് ഒന്ന് ഏറ്റവും വലിയ റെസ്പെക്ട് അതാണ്. നിങ്ങൾ വിമർശിക്കാനും ചോദ്യം ചോദിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ അദ്ദേഹം മാനിക്കുന്നു. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിലും, ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു ജന്മദിനത്തിൽ അദ്ദേഹത്തോട് ലൈവ് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ അദ്ദേഹം അസ്വസ്ഥനാവുകയോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകം ഒരു മുൻവിധി സമീപനം വെച്ച് പുറത്ത് ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനോടും അദ്ദേഹം വളരെ സൗഹാർദ്ദരൂപമുള്ള കാമായിട്ടുള്ള മറുപടി പറയുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിനെ ഈ വിജയപരാജയങ്ങൾ സ്വാധീനിക്കുന്നില്ല. അദ്ദേഹം ഓഷോയൊക്കെ നിരന്തരം വായിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഭൗതികമായ വിജയപരാജയങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, നേട്ടങ്ങളൊന്നും ബാധിക്കുന്നില്ല. അഭിനയിക്കാൻ അദ്ദേഹത്തിന് മേലിൽ ഉത്തരവാദിത്തത്തിൽ വരുന്ന പടങ്ങൾ അദ്ദേഹം അഭിനയിക്കുന്നു, അത് പലതും ഹിറ്റുണ്ടാക്കുന്നു. ഈ നേരത്തെ പറഞ്ഞ മലയാളികൾക്ക് അദ്ദേഹത്തോടുള്ളത് പല താരങ്ങളോടുള്ളത് പോലുള്ള ഒരു സ്നേഹമാണ്, അടുപ്പമാണ്. ലാലേട്ടൻ എന്ന ആൾക്കാർ വിളിക്കുന്നത് ആ അടുപ്പം കൊണ്ടാണ്.
മറ്റു ചില താരങ്ങളുടെ ആളുകൾക്കുള്ള റെസ്പെക്റ്റാണ്. അദ്ദേഹം കണിശക്കാരനാണ്, കുറച്ച് അകന്ന് നിന്നേക്കാമെന്നൊക്കെ വിചാരിക്കുന്ന താരങ്ങളുണ്ട്. എന്നാൽ മോഹൻലാലിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ഷൈ ആയിട്ടുള്ള ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കേട്ടോ. പൊതുവിടത്തിൽ പെരുമാറുന്നൊക്കെ ഭയങ്കര ഷൈനസ് മോഹൻലാലിനുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യിപ്പിക്കാത്ത തരത്തിൽ മലയാളികളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഏതാണ്ട് എല്ലാത്തരം വേഷങ്ങളും ചെയ്തു പോയിട്ടുള്ള ഒരാൾ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള നായക നടന്മാർ ഇന്ത്യയിലുണ്ടായിട്ടില്ല എന്ന് പറയും. കാരണം എല്ലാ ഏരിയയും കവർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ. നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞില്ല, ഏറ്റവും ഞാൻ ഈ സമീപ ദിവസങ്ങളിലാണ് വാസ്തുഹാര എന്നുള്ള സിനിമ കാണുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇത്രയും ഒരു അണ്ടർ റേറ്റഡ് സിനിമ, ഈ സിനിമ എന്തുകൊണ്ട് ഇത്രയും ആഘോഷിക്കപ്പെടാതെ പോയി? മോഹൻലാലിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചാണല്ലോ അതിഗംഭീരം. ഏത് പ്രായത്തിലാണ്? തീരെ ചെറിയ മോഹൻലാലിന് 20കളിലും 30കളുടെ ആ പ്രായത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ പിൻഗാമിയൊക്കെ ചെയ്യുന്നത് ചെറിയ പ്രായത്തിലാണ്, നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത പ്രായത്തിലാണ് വലിയ റോളുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഭയങ്കര ആഴമുള്ളൊരു കഥാപാത്രമാണ് വാസ്തുഹാരയിൽ ചെയ്യുന്നത്. അദ്ദേഹം ഒരു റെഫ്യൂജി ഓഫീസറാണ്. അപ്പം അന്ന് സ്വാതന്ത്ര്യാനന്തരം മനുഷ്യർക്കുണ്ടായിട്ടുള്ള വലിയ ദുരിതങ്ങളുടെ ഒരു കടൽ അവിടെ പോയിട്ട് അന്നത്തെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായ സ്ഥലത്തു നിന്ന് ആളുകളെ ആൻഡമാനിലേക്ക് കൊണ്ടുപോകാൻ തിരഞ്ഞെടുക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഓഫീസറാണ്. അപ്പോൾ അവരുടെ ജീവിത പ്രയാസങ്ങൾ, സംഘർഷങ്ങൾ, അതിനെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി മുഖത്ത് കൊണ്ടുവരിക എന്നുള്ള ചെറിയ കാര്യമാണ്. ആ സിനിമയുടെ മൊത്തം ഭാവങ്ങളെ, അതിൻ്റെ ദൈന്യതയെ മുഴുവൻ മോഹൻലാൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൊണ്ടുവരുന്നു. ഒരു വേളയിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് ദയനീയമായി അദ്ദേഹത്തോട് സഹായം ചോദിക്കുന്ന ഒരു കൽക്കട്ടക്കാരിയായിട്ടുള്ള ബംഗാളി സ്ത്രീ മലയാളിയായ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ ഭാര്യയാണ് എന്ന് അദ്ദേഹം ഒരു മൊമെൻറ്റിൽ തിരിച്ചറിയാണ്. അപ്പോൾ ഉള്ളൊരു ഷോട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മുഖം മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ. കൽക്കട്ടയുടെ തെരുവും മോഹൻലാലിൻ്റെ ക്ലോസ് ഷോട്ടും മാത്രം. അതായത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ഷോക്കിനെ അയാൾ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്ന മുഖത്തുനിന്ന് കാണണം. അരവിന്ദൻ്റെ അവസാന സിനിമയാണ്. ആ സിനിമ അതിഗംഭീര സിനിമയാണ്. അതിൽ മോഹൻലാലിനെ പോലുള്ള അന്നത്തെ ഭയങ്കരമായ സോപ്പിയൻ മസാല ക്യാരക്ടറുകൾ ചെയ്ത് നടക്കുന്ന മോഹൻലാലിനെ കൊണ്ട് ഈ സിനിമ ഏൽപ്പിക്കുകയാണ്. സോ മോഹൻലാൽ സംശയത്തോടെയായിരുന്നു അക്കാലത്ത് ഈ ആർട്ട് സിനിമ എന്നുള്ളതായിരുന്നു. മോഹൻലാലിനെ അരവിന്ദനെ അഭിനയിപ്പിക്കുകയോ ഭയങ്കര പ്രശ്നമായിരുന്നു ഈ നിരൂപകർക്കൊക്കെ. അവസാനം സിനിമ കാണുമ്പോഴാണ് നമ്മൾ അരവിന്ദൻ ആരാണ്, മോഹൻലാൽ ആരാണെന്നൊക്കെ തിരിച്ചറിയാനുണ്ട്. ഇതിന് കൂടുതൽ ഈ തമാശ പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ തിക്കുറിശിയുടെ കൂടെ ഭയങ്കര രസകരമായ അനുഭവം തമാശ പറയുന്ന കൂട്ടത്തിലാണല്ലോ മോഹൻലാൽ. മിഥുന സിനിമയിൽ പ്രിയദർശൻ എങ്ങാണ്ട് പറഞ്ഞതാണ്, മിഥുന സിനിമയിൽ തിക്കുറിശിയുടെ കാലിൽ വീണ് പൊട്ടിക്കരയുന്ന സീനുണ്ട്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷോട്ട് കണ്ടിന്യൂ ചെയ്യാണ്. ഇവർ രണ്ടാളും നമ്മൾ അതിനിടയിൽ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക, ഷോട്ട് പുറകിൽ നിന്ന് കരഞ്ഞു. അതൊക്കെ നോക്കുകയാണെങ്കിൽ മലയാളത്തെ സംബന്ധിച്ച് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ലക്കാണ്, നമ്മുടെ തലമുറയുടെ ഏറ്റവും മികച്ച അനുഭവങ്ങളിലൊന്നാണ് മോഹൻലാൽ. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഉണ്ടാക്കുന്ന പണത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, നല്ല സിനിമകളുടെ ഭാഗമാകാനും പുതിയ പുതിയ സിനിമകൾ തരാൻ കഴിയട്ടെ. അദ്ദേഹം വളരെ ഹെൽത്തി ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു സമയമാണ്. കൂടുതൽ എനിക്ക് ഓർമ്മയുണ്ട് അവസാനത്തെ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ 60ാം ജന്മദിനത്തോ മറ്റുമാണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് ഷോയിൽ ലൈവ് എടുക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, ഇത്രയും കാലം എത്രയോ സിനിമകൾ ചെയ്തു, എത്രയോ ക്യാരക്ടറുകൾ ചെയ്തു, മലയാളി ഇത്രയും കൊണ്ടാടി, അപ്പോൾ കിട്ടാനുള്ളതൊക്കെ കിട്ടിയെന്ന് തോന്നുന്നുണ്ടോന്ന്. അപ്പോൾ ഒരു ആത്മാവിന് അങ്ങനെ ഉണ്ടോ മോനെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയില്ല, ഒരു പൂർണ്ണതയില്ല, ഇനി ഒരുപാട് കാര്യം ചെയ്യണം. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ പറയും. യെസ്, തീർച്ചയായും ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് ലാലേട്ടൻ. ഇനിയും ഒരുപാട് വിസ്മയങ്ങൾ ലാലേട്ടനിലൂടെ ഞങ്ങൾ മലയാളികൾക്ക് മാത്രമല്ല സിനിമാ ലോകത്തിന് കിട്ടട്ടെ.